ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ. അതോടൊപ്പം സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ ആശംസിക്കുകയാണ്. അതോടൊപ്പം ആയതിലേക്ക് സർവ്വശക്തൻ യൂണിവേഴ്സ് സർവരെയും സദാ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് സ്റ്റൈലോടെ പറഞ്ഞു കിടക്കുന്ന ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, എങ്ങനെ അതിനെ പരിഹരിക്കാം, അത്തരത്തിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാതിരിക്കുന്നതിലേക്കും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മുടെ സേവിങ്സിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ, അല്ലെങ്കിൽ ബാധ്യതയിലേക്ക് കടമെടുത്തുകൊണ്ട് ലോൺ എടുത്തുകൊണ്ട് നമ്മളെങ്ങനെ അങ്ങനെ ഒരു ബാധ്യതക്കാരനാകാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ചും ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക, കേൾക്കുക, മനസ്സിലാക്കിക്കൊണ്ട് ഒരു ബാധ്യതക്കാരനാകാതെ അല്ലെങ്കിൽ ബാധ്യതപ്പെട്ട ഒരു ഫാമിലി ആകാതെ ജീവിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നത്തെ ആധുനിക മനുഷ്യന് തിരക്കുപിടിച്ച ജീവിത രീതിയിൽ ശരിയായ ശ്വസനമില്ല. ശ്വസിക്കുന്നെങ്കിൽ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ്. അത് ചവറ് കത്തിച്ചാകാം, വാഹനപ്പെരുപ്പം കൊണ്ടും എയർ പൊല്യൂട്ടഡാണ്. അത്തരത്തിലുള്ള ശ്വസനം തന്നെ നേരെ ചൊവ്വേ ശ്വസിക്കുന്നില്ല. ശ്വസിക്കുന്ന വായു ആണെങ്കിൽ പൊല്യൂട്ടഡാണ്. നേരെ ചൊവ്വേ വെള്ളം വേണ്ട അളവിൽ കുടിക്കാതിരിക്കുന്നതും അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതിൽ ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ ശ്വസിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള വേണ്ട പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തതും അനാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. പിന്നീടാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്ന് ആധുനിക മനുഷ്യൻ്റെ ജീവിത രീതി തീർച്ചയായിട്ടും രോഗങ്ങളിലേക്ക് വരുത്തി വെക്കുന്നു, അല്ലെങ്കിൽ രോഗം വരാനിടയാകുന്നു. അതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുടുംബിനികളാകട്ടെ, കുട്ടികളാകട്ടെ, പാരൻസ് ആകട്ടെ, ആരുമാകട്ടെ കുറച്ചൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. നടക്കുക, ഓടുക, എന്തെങ്കിലും എക്സസൈസ് പറ്റുന്ന പോലെ ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ വീട്ടുജോലികളാണെങ്കിൽ കഴിയുന്ന പോലെ ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാ ഓർഗൻസിനും ഒരു ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ടും ബ്ലഡ് സർക്കുലേഷൻ അതുപോലെ പ്രാണോർജൻ എല്ലാ സെൽസുകളിലും എത്തിച്ചുകൊണ്ടും നമുക്കൊരു ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രയർ, മെഡിറ്റേഷൻ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മളുടെ ഒരു റിലാക്സേഷൻ മൂഡിലേക്ക്, അതായത് ബോഡി ഒന്ന് റിലാക്സേഷൻ, മെൻ്റലി ഒരു റിലാക്സേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഡീപ്പ് സ്ലീപ്പ്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ രാത്രിയെ പകലാക്കിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മോഡേൺ ആയിട്ടുള്ള കുട്ടികളാകട്ടെ, പാരൻസ് ആകട്ടെ, അവർ മൊബൈൽ, ഇൻ്റർനെറ്റ് ഉപയോഗം, അതല്ലെങ്കിൽ TV, ലാപ്ടോപ്പ്, അതിലൂടെ കുറേ സമയം ചിലവഴിച്ചുകൊണ്ട് രാത്രി വേണ്ട രീതിയിലുള്ള നല്ല ഡീപ്പ് സ്ലീപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ റീജനറേറ്റ് ചെയ്യുന്ന സെൽസുകളെ, അല്ലെങ്കിൽ പുനർജനനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ്റനൻസ് സെൽസുകളുടെ മെയിൻ്റനൻസ് നടക്കേണ്ടതായ സമയത്ത് നമ്മൾ അത്തരത്തിൽ ശരീരത്തിന് ഓവർലോഡ് കൊടുത്തുകൊണ്ട് അത് പ്രവർത്തനത്തിനെ മാന്യഭവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതും അനാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതോടൊപ്പം തന്നെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുക, രാത്രി അമിതമായി ഭക്ഷണം കഴിക്കുക, അതും ഉറക്കക്കുറവിനും അതുപോലെ തന്നെ അനാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാക്കി തീരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിൽ ശ്വാസം നല്ല രീതിയിൽ ശ്വസിക്കാൻ ശ്രമിക്കുക. നല്ല വെള്ളം, ശുദ്ധജലം ആവശ്യത്തിന് കുടിച്ചുകൊണ്ട്, വേണ്ട രീതിയിൽ കുടിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക. അതോടൊപ്പം ഭക്ഷണത്തിൽ പോഷകസമൃദ്ധമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്, ബേക്കറി സാധനങ്ങൾ, ബിസ്ക്കറ്റ് അതുപോലെയുള്ള കൃത്രിമ ഫുഡുകൾ, ബേക്കറി ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള, അതല്ലെങ്കിൽ മറ്റു പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള അത്തരത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ടും, അതോടൊപ്പം തന്നെ മെൻ്റലി റിലാക്സേഷന് വേണ്ടിയിട്ട് പ്രയർ, മെഡിറ്റേഷൻ, പ്രാണായാമം അതുപോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുക. അതല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെടുന്ന 100% ഇഷ്ടപ്പെട്ടുകൊണ്ട്, കഷ്ടപ്പെട്ടുകൊണ്ടല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻജോയ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസമോ ഇടയ്ക്കെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് മെൻ്റലി റിലാക്സേഷൻ കൊടുത്തുകൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിതം ജീവിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ തന്നെ ആ വീഡിയോസുകൾ കാണാൻ ശ്രമിക്കുക. മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യകരമായ ഒരു ജീവിത രീതി ഫാമിലിയും മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.